أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. ولقد مننا على موسى وهارون ونجيناهما وقومهما من الكرب العظيم ونصرناهم فكانوا هم الغالبين وآتيناهما الكتاب المستبين وهديناهما الصراط المستقيم وتركنا عليهما في الآخرين. سلام على موسى وهارون إنا كذلك نجزي المحسنين إنهما من عبادنا المؤمنين. السلام عليكم ورحمة الله وبركاته. ഖുർആൻ പദം 1555 ദിവസത്തിലേക്ക് എല്ലാവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 37-ാമത്തെ അധ്യായമായ സൂറത്ത് സ്വാഫാത്തിലെ 114 മുതൽ 122 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠന വിധേയമാക്കുന്നത്. ക്ലാസ് ആരംഭിക്കുന്നതിനായി ആദരണീയനായ ഡോക്ടർ A.I. വിലായത്തുള്ള സാഹിബിനെ ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലഖദ് മനന്നാ അലാ മൂസാ വഹാറൂൻ വനജ്ജയ്നാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അദീം വനസർനാഹും ഫകാനൂ ഹുമുൽ ഗാലിബീൻ وآتيناهما الكتاب المستبين وهديناهما الصراط المستقيم وتركنا عليهما في الآخرين. سلام على موسى وهارون إنا كذلك نجزي المحسنين إنهما من عبادنا المؤمنين. صدق الله العلي العظيم. സൂറത്ത് സോഫാത്തിലെ 114 മുതൽ 122 വരെയുള്ള ആയത്തുകളാണ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിട്ടുള്ളത്. ആയത്തുകളുടെ എണ്ണം വളരെ കൂടുതലും ഓരോ ആയത്തുകളുടെയും ദൈർഘ്യം വളരെ കുറഞ്ഞതുമായ ഒരു സൂറത്താണ് സൂറത്ത് സോഫാത്ത്. അതിന്റെ പകുതിയിലേറെയുള്ള ഭാഗം നമ്മൾ ഇതിനകം പിന്നിട്ട് കഴിഞ്ഞിരിക്കുകയാണ്. 83-ാമത്തെ ആയത്ത് മുതൽ 113 വരെയുള്ള ആയത്തുകളിൽ ഇബ്രാഹിം അലൈഹിസ്സലാം, ഇസ്മായിൽ അലൈഹിസ്സലാം, ഇസ്ഹാഖ് അലൈഹിസ്സലാം ഈ 3 പ്രവാചകന്മാരുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ശ്രദ്ധേയമായ വിവരണങ്ങളാണ് നമ്മൾ കാണുകയുണ്ടായത്. അതിനെ തുടർന്ന് അള്ളാഹു നമ്മുടെ ശ്രദ്ധ കൊണ്ടുപോകുന്നത് മൂസ അലൈഹിസ്സലാം, അതുപോലെ അദ്ദേഹത്തിന്റെ ജ്യേഷ്ഠ സഹോദരനായിരുന്ന ഹാറൂൻ അലൈഹിസ്സലാം ബനു ഇസ്രായേൽ സമൂഹത്തിലേക്ക് അവരുടെ ഈജിപ്തിലെ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെട്ട 2 പ്രവാചകന്മാർ. അവരുടെ ദൗത്യ നിർവഹണത്തിലേക്കാണ് ശ്രദ്ധ ക്ഷണിക്കുന്നത്. മക്കയിലെ ഖുറൈശികൾ ഉൾപ്പെടുന്ന കുഫാറുകളും മുശ്രിക്കുകളും ഒക്കെയായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് സൂറത്തു സോഫാത്ത് വിവരണം ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ നേരിട്ടുകൊണ്ടിരുന്ന എതിർപ്പും അദ്ദേഹം അനുഭവിക്കേണ്ടി വന്ന തിരസ്കാരവും ഒക്കെ തന്നെ ഒരു പശ്ചാത്തലമായിക്കൊണ്ട് മക്കയിലെ ആളുകളുടെ സത്യനിഷേധ നിലപാടിനോട് പ്രതികരിച്ചുകൊണ്ടാണ് ഈ വിവരണങ്ങളൊക്കെ വരുന്നത് എന്നത് നമ്മൾ ഇതിനകം വ്യക്തമായി മനസ്സിലാക്കിയിട്ടുള്ളതാണ്. ഇവിടെ മൂസ അലൈഹിസ്സലാമിനെയും ഹാറൂൻ അലൈഹിസ്സലാമിനെയും പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ചില കാര്യങ്ങൾ മക്കയിലെ ആളുകളുടെ സത്യനിഷേധത്തിന്റെ ആ പശ്ചാത്തലത്തില്
അവരെ ചില കാര്യങ്ങൾ ബോധ്യപ്പെടുത്തുക എന്ന ഉദ്ദേശത്തോടു കൂടി ഇവിടെ വിവരിക്കുന്നത്. നമുക്ക് ഈ ആയത്തുകൾ സൂക്ഷ്മമായിട്ടൊന്ന് പഠന വിധേയമാക്കാം. വലഖദ് മനന്ന അലാ മൂസ വഹാറൂൻ. അള്ളാഹു രണ്ട് പ്രവാചകന്മാരെ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരികയാണ്. നിശ്ചയമായിട്ടും നാം മൂസായെയും അതുപോലെ ഹാറൂനെയും അനുഗ്രഹിക്കുകയുണ്ടായി. മൂസായോടും ഹാറൂനോടും നാം ഔദാര്യം ചെയ്യുകയുണ്ടായി എന്നാണ് അള്ളാഹുവിടെ പറയുന്നത്. മനന്ന എന്ന് പറഞ്ഞാൽ നാം ഔദാര്യം ചെയ്തു, നാം അനുഗ്രഹം ചൊരിഞ്ഞു എന്നൊക്കെയാണ് അർത്ഥം. വലഖദ് മനന്ന അലാ മൂസ വഹാറൂൻ. മൂസായും ഹാറൂനും അള്ളാഹുവിന്റെ വിശിഷ്ടമായ ഇടപെടലുകളിലൂടെ വലിയ അനുഗ്രഹങ്ങളെ ഏറ്റുവാങ്ങിയ ബനു ഇസ്രായേൽ പ്രവാചകന്മാരാണ്. ഇന്ന് പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്നത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയില് ഖുറൈശികളുടെയും അവരെ പിന്തുണക്കുന്ന വിഭാഗങ്ങളുടെയും ഒക്കെ ശത്രുതയും വിദ്വേഷവും ഒക്കെ അനുഭവിക്കേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സൂറത്ത് അവതരിക്കുന്ന ഘട്ടത്തിൽ ഉണ്ടായിരുന്നത്. അപ്പോ അള്ളാഹു നേരത്തെ ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ ഒരു ദൗത്യം ഏൽപ്പിച്ച കാര്യവും വളരെ ധീരോദാത്തമായ വിധത്തിൽ അദ്ദേഹം എല്ലാ പ്രതിസന്ധികളെയും മറികടന്നുകൊണ്ടും അങ്ങേയറ്റത്തെ ത്യാഗമനോഭാവം കാണിച്ചുകൊണ്ടും ആ സാഹചര്യങ്ങളെ നേരിട്ട കാര്യം വിവരിച്ചു നമ്മൾ കാണുകയുണ്ടായി. ആ സന്ദർഭത്തില് അള്ളാഹു അസാധാരണമായ വിധത്തില് ഇബ്രാഹിം അലൈഹി ഇസ്ലാമിനെ സഹായിച്ച കാര്യങ്ങളൊക്കെയും അള്ളാഹു ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. ഇപ്പോ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നേരിട്ടുകൊണ്ടിരിക്കുന്ന ആ പ്രതിസന്ധികളിൽ ഈ പൂർവിക പ്രവാചകന്മാരെ അള്ളാഹു സഹായിച്ച വിധത്തില് തന്നെ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാര്യത്തിലും ഒരു ഇടപെടൽ നടത്തുകയും അദ്ദേഹത്തെ സഹായിക്കുകയും ചെയ്യുന്നതിന് അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം യാതൊരു തടസ്സവുമില്ല, അതൊരു പ്രയാസകരമായ കാര്യവുമല്ല എന്നതാണ് ഈ കഥാകഥനങ്ങളിലൂടെ യഥാർത്ഥത്തിൽ അള്ളാഹു മക്കയിലെ ഈ അനുവാചക സമൂഹത്തെ അറിയിക്കുന്ന ഒരു കാര്യം. ഇവിടെ മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും ഒരുപക്ഷെ ചരിത്രത്തിലെ ഏറ്റവും ഏറെ വെല്ലുവിളികൾ നേരിടേണ്ടി വന്ന പ്രവാചകന്മാരായിരുന്നു ഇവര് എന്ന് കാണാൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും കിരാതൻ ആയ അല്ലെങ്കിൽ കിരാതന്മാരായ അധികാരികളെ, ഭരണവർഗത്തെ നേരിടേണ്ടി വന്ന പ്രവാചകന്മാർ. ലോകത്തെ അടക്കി വാണുകൊണ്ടിരുന്ന അല്ലെങ്കിൽ വലിയൊരു ഭൂപ്രദേശത്തെ ചോദ്യം ചെയ്യപ്പെടാത്ത അധികാരികളായിട്ട് നിലകൊണ്ടിരുന്ന ആളുകളുടെ അടുക്കലേക്ക് ദൗത്യ നിർവഹണത്തിനായിട്ട് നിയോഗിക്കപ്പെട്ടവരായിരുന്നു ഈ രണ്ട് പ്രവാചകന്മാർ. മൂസ അലൈഹി ഇസ്ലാമിനോട് തനിച്ച് ആ കാര്യം നിർവഹിക്കാൻ വേണ്ടി നിർദ്ദേശിച്ചപ്പോ അദ്ദേഹം അധൈര്യം പ്രകടിപ്പിക്കുകയാണ്. തനിക്ക് ഒരു കൂട്ടുകൂടി, ധൈര്യത്തിനായിട്ട് ഒരു കൂട്ടുകൂടി തരണം, സഹോദരൻ ഹാറൂനെ ഒരു സഹപ്രവാചകനായിട്ട് നിയമിച്ചു തരണം എന്നാണ് മൂസ അലൈഹി ഇസ്ലാം അള്ളാഹുവിനോട് ആവശ്യപ്പെടുകയുണ്ടായത്. അപ്പോ എത്രത്തോളം കാഠിന്യമുള്ള ഒരു ദൗത്യമാണ്, പ്രതിസന്ധിയും പ്രയാസവും ഒക്കെ അടങ്ങിയ ഒരു ദൗത്യമാണ് അദ്ദേഹം മുന്നിൽ കണ്ടിട്ടുണ്ടായിരുന്നത് എന്നത് ആ ഒരു നിലപാടിൽ നിന്ന് തന്നെ വ്യക്തമാണ്. ഫിറോവിന്റെ അടുക്കലേക്ക് കയറി ചെന്നുകൊണ്ട് കാര്യങ്ങൾ സധൈര്യം പറയുക എന്നത് അത്ര എളുപ്പമുള്ള, അതിനുവേണ്ടി മനസ്സ് പാകപ്പെടുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല എന്നതാണ് മൂസ അലൈഹി ഇസ്ലാമിന്റെ പ്രതികരണം സൂചിപ്പിക്കുന്നത് തന്നെ. അപ്പോ മൂസ അലൈഹി ഇസ്ലാം ആ ദൗത്യം നിർവഹിച്ചു തുടങ്ങിയതോടെ നേരിട്ട അല്ലെങ്കിൽ രൂപപ്പെട്ടു വന്ന വലിയ സങ്കീർണമായ സാഹചര്യങ്ങളെ മറികടക്കാൻ അള്ളാഹു അദ്ദേഹത്തിന് വലിയ അനുഗ്രഹങ്ങൾ ചൊരിഞ്ഞു കൊടുത്ത കാര്യമാണ് ഈ ആയത്തില് 114 ആയത്തില് അള്ളാഹു പരാമർശിക്കുന്നത്. വലഖദ് മനന്ന അലാ മൂസ വ ഹാറൂൻ.
മൂസായുടെയും ഹാറൂന്റെയും മേൽ നാം നമ്മുടെ ഔദാര്യം ചൊരിഞ്ഞു കൊടുക്കുകയുണ്ടായി. അവരെ വിശിഷ്ടമായ വിധത്തിൽ നാം അനുഗ്രഹിച്ചു. പ്രവാചകന്മാരായി നിയോഗിക്കപ്പെട്ടു എന്നത് തന്നെ അള്ളാഹുവിന്റെ വലിയ മഹത്തരമായ അനുഗ്രഹമാണ്. അതിനെ തുടർന്ന് നേരിടേണ്ടി വന്ന വെല്ലുവിളികൾ നിറഞ്ഞ സാഹചര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ അടിക്കടി ദൈവികമായ സഹായം കൊണ്ടിരുന്നു എന്നത് അതുപോലെ തന്നെയുള്ള മഹത്തരമായ അനുഗ്രഹമാണ്. നമുക്ക് അതിന്റെ പല വിശദാംശങ്ങളും പിന്നിട്ട പല സൂറത്തുകളിലും കാണാൻ അവസരം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ആ ചരിത്ര ഭാഗം അതിന്റെ വിശദാംശങ്ങളൊക്കെ മനസ്സിലാക്കാൻ സാധിച്ചതാണ്. ഞാൻ ആ വിശദാംശങ്ങളിലേക്ക് ഇപ്പൊ വീണ്ടും പോകുന്നില്ല. അപ്പോ വനജൈനാഹുമ വഖൗമഹുമ മിനൽ കർബിൽ അളീം, എന്നിട്ട് അള്ളാഹു തുടർന്ന് പറയുകയാണ്, വനജൈനാഹുമ, അവരിരുവരെയും നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. വഖൗമഹുമ, അവര് ഇരുവരുടെയും സമൂഹത്തെയും, രണ്ടുപേരുടെയും ഖൗമിനെ, സമൂഹത്തെ, അവരുടെ ജനതയെ, അവരെയും നാം രക്ഷപ്പെടുത്തുകയുണ്ടായി. മിനൽ കർബിൽ അളീം, ആ അതിഭയങ്കരമായ അതികഠിനമായ ദുരിതത്തിൽ നിന്ന്, ആ മഹാദുരിതത്തിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി, അല്ലെങ്കിൽ മോചിപ്പിക്കുകയുണ്ടായി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അപ്പോ ഈ കർബുൽ അളീം എന്നതുകൊണ്ട് അള്ളാഹു എന്താണ് ഉദ്ദേശിച്ചത് എന്നത് നമ്മൾ വിശകലനം ചെയ്ത് മനസ്സിലാക്കേണ്ടതുണ്ട്. 3 പരാമർശങ്ങളാണ് ഇവിടെ. ഒന്ന്, ഈ 2 പ്രവാചകന്മാർ, മൂസ അലൈഹിസ്സലാം, ഹാറൂൻ അലൈഹിസ്സലാം, പിന്നെ അവർ ഇരുവരുടെയും സമൂഹം. അപ്പൊ ഇവരെ എല്ലാവരെയും നാം, ഇവരുടെ സമൂഹം എന്ന് പറയുമ്പോൾ ബനൂ ഇസ്രായേലാണ്. ഈജിപ്തിൽ വസിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന കാലഘട്ടത്തിലെ ബനൂ ഇസ്രായേൽ സമൂഹം. മഹാനായ പ്രവാചകൻ യൂസുഫ് അലൈഹിസ്സലാമിന്റെ കാലത്താണ് അദ്ദേഹത്തിന്റെ പിതാവ് യാക്കൂബ് അലൈഹിസ്സലാമും 12 സഹോദരന്മാരും 11 സഹോദരന്മാരും ഈജിപ്തിൽ എത്തുന്നത്. അപ്പൊ ആ ഘട്ടത്തില് ആ 12 പേരും, യാക്കൂബ് അലൈഹി ഇസ്ലാമിന്റെ 12 മക്കളുടെ വംശപരമ്പരയാണ് ഈജിപ്തില് ഏതാനും നൂറ്റാണ്ടുകൾ കൊണ്ട് ഒരു വലിയ സമൂഹമായി, ബനൂ ഇസ്രായേൽ എന്ന ഒരു സമൂഹമായിട്ട് രൂപപ്പെട്ട് വരുന്നത്. തുടക്കത്തിൽ അവർക്ക് വലിയ സ്വാധീനവും ജനപ്രിയതയും ഒക്കെ ഉണ്ടായിരുന്നെങ്കിലും പിന്നീട് ചില സംഭവവികാസങ്ങളെ തുടർന്ന് ഖിബ്തികൾ, കോപ്റ്റിക് വംശം വലിയ മേധാവിത്വം കൈവരിക്കുകയും അവർ ബനൂ ഇസ്രായേലിനെ അടിമതുല്യമായ വിധത്തില് കൈകാര്യം ചെയ്യുവാൻ തുടങ്ങുകയും ചെയ്തു എന്നതാണ് ഈ ചരിത്ര ഘട്ടത്തിന്റെ ഒരു പ്രത്യേകത. അപ്പൊ ബനൂ ഇസ്രായേൽ സമൂഹം ഇതിനകം മൂസ അലൈഹി ഇസ്ലാം വരുന്നതിന് മുമ്പായിട്ട് തന്നെ ഈ ഫിറൗനെ പിന്തുണച്ചുകൊണ്ട് ഉള്ള ഈജിപ്തിലെ ഖിബ്തി വംശക്കാരൊക്കെ ആയിട്ടുള്ള ആളുകളുടെയും ഒക്കെ പ്രവർത്തന ഫലമായി, അവരുടെയൊക്കെ നടപടികൾ കാരണമായിട്ട് അവര് വലിയ അടിച്ചമർത്തല് നേരിടുകയും അവര് ഭൂമിയിലെ വളരെ ദുർബലരായ ഒരു വിഭാഗമായി മാറുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സ്വാഭാവികമായിട്ടും വന്നു ചേരുന്ന സാംസ്കാരികവും ധാർമ്മികവും മതപരവും ഒക്കെ ആയിട്ടുള്ള പിന്നോക്കാവസ്ഥയും അതുപോലെ അധാർമികതയും ഒക്കെ അവരെ പിടികൂടിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ എല്ലാ നിലക്കും ഒരു കെയർ ചെയ്യാൻ, സംരക്ഷിക്കാനും മേൽനോട്ടം വഹിക്കാനൊന്നും ആരും ഇല്ലാത്തൊരു സമൂഹം എത്തിപ്പെടാവുന്ന സകല ദുരിതങ്ങളിലും ആ സമൂഹം എത്തിപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നതാണ് വസ്തുത. ഫിറൗൻ ഒരു ഘട്ടത്തില് മൂസ അലൈഹി ഇസ്ലാം ചെറിയ പൈതലായി പിറവിയെടുത്ത ആ ഘട്ടത്തില് ബനൂ ഇസ്രായേൽ സമൂഹത്തില് പിറന്നു വീഴുന്ന ആൺമക്കളെയൊക്കെ കൊന്നൊടുക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചത് വിശുദ്ധ ഖുർആൻ പരാമർശിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള വളരെ വലിയ പ്രാതികൂല്യം നേരിടേണ്ടി വന്ന ഒരു സാഹചര്യമാണ് ബനൂ ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം അവിടെ ആയിരുന്നത്. അപ്പോ ആ ഒരു സന്ദർഭത്തെ പരാമർശിച്ചുകൊണ്ടാണ് അള്ളാഹു ഇവിടെ പറയുന്നത്, അവരെ, ഈ 2 പ്രവാചകന്മാരെയും അവരുടെ സമൂഹത്തെയും
ബനു ഇസ്രായേൽ സമൂഹത്തെയും അള്ളാഹു വലിയ ഒരു മഹാദുരിതത്തിൽ നിന്ന് രക്ഷപ്പെടുത്തി എന്ന് പറയും. ഈ മഹാദുരിതം എന്നത് ഒന്നാമതായിട്ട് ഈജിപ്തിൽ അവര് ഫിറോവിന്റെയും കൂട്ടരുടെയും അടിച്ചമർത്തലിന്റെ അവസ്ഥയില് അവര് കഴിഞ്ഞുകൂടിയിരുന്ന ആ സാഹചര്യത്തെ തന്നെ മഹാദുരിതം എന്ന് മനസ്സിലാക്കാം. അതിനാണ് കൂടുതൽ സാധ്യതയുള്ളത്. കർബുൽ അലീം എന്നത് ഈജിപ്തിലെ അവരുടെ ജീവിത സാഹചര്യം എന്ന് തന്നെ മനസ്സിലാക്കാം. ആൺമക്കളെയൊക്കെ കൊന്നൊടുക്കുകയും പെൺമക്കളെ ജീവിക്കാനും അപമാനിതരാവാനും ഒക്കെ വിടുകയും ചെയ്യുന്ന ഒരു ജീവിത സാഹചര്യത്തിലൂടെ കടന്നു പോവുക എന്ന് പറയുന്നത് തന്നെയാണ് ഏറ്റവും വലിയ കർബുൽ അലീം എന്ന് പറയാവുന്ന കാര്യം. അതിനു പുറമെ അള്ളാഹു അവരെ രക്ഷപ്പെടുത്തി കൊണ്ടുപോകുന്നതിന്റെ ഭാഗമായി ചെങ്കടലിലൂടെ ഒരു ഉണങ്ങി വരണ്ട പാത സൃഷ്ടിച്ചുകൊണ്ട് അത് മുറിച്ച് ചെങ്കടലിൽ മുറിച്ച് കടക്കുന്ന ഘട്ടത്തില് ആ സമുദ്രത്തിന്റെ രണ്ട് ഭാഗങ്ങളും വന്ന് ഒരുമിച്ച് ചേർന്ന് അവര് കടലിൽ മുങ്ങിപ്പോകാനുള്ള സാധ്യതയൊക്കെ നിലനിൽക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ഫിറോവിനും പിന്തുടർന്നു വന്ന ഫിറോവിന്റെ ആളുകളും ഒക്കെ കടലില് മുങ്ങി ഒടുങ്ങുന്നത്. അങ്ങനെയുള്ള വലിയൊരു ദുരന്തവും ഒരു മഹാദുരിതവും അവരെ കാത്തിരിക്കുന്ന ഒരവസ്ഥ യഥാർത്ഥത്തിൽ ഉണ്ടായിരുന്നു. പക്ഷെ അള്ളാഹുവിന്റെ സഹായത്തോടെയും അനുഗ്രഹങ്ങൾ അനുഭവിച്ചുകൊണ്ടൊക്കെയാണല്ലോ ഇവർ ചെങ്കടല് കടന്നു പോകുന്നത്. അപ്പോ അങ്ങനെ ഒരു കർബുൽ അലീമും വേണമെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം. പക്ഷെ അതിനേക്കാളേറെ പ്രാധാന്യമുള്ള ഒരു കാര്യം ഈജിപ്തിലെ അവരുടെ ജീവിത സാഹചര്യം തന്നെയായിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരു മഹാദുരിതത്തിൽ നിന്ന് അങ്ങേയറ്റത്തെ ദൈന്യതയുടേതായ ഒരു ജീവിതാവസ്ഥയിൽ നിന്ന് നാം അവരെ രക്ഷപ്പെടുത്തുകയുണ്ടായി. ഈ രണ്ട് പ്രവാചകന്മാരെയും അവരുടെ ആളുകളായ സമൂഹമായ ബനു ഇസ്രായേലിനെയും വനജൈനാഹുമാ വഖൗമഹുമാ മിനൽ കർബിൽ അലീം. തുടർന്ന് അല്ലാഹു പറയുന്നത് വനസർനാഹും നാം അവരെ സഹായിച്ചു. ഫകാനൂ ഹുമുൽ ഗാലിബീൻ, അങ്ങനെ അവര് വിജയികളായി മാറുകയും ചെയ്തു. അള്ളാഹുവിന്റെ ഇടപെടൽ കാരണമായിട്ട് മാത്രമാണ് ബനു ഇസ്രായേലിന് ഈ വിധത്തില് രക്ഷപ്പെടാൻ സാധിച്ചത്. അവര് വിജയികളായി മാറിയത് അള്ളാഹുവിന്റെ സഹായം ലഭിച്ചത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ ഒരു നിലക്കും ഭൗതിക അർത്ഥത്തില് ഖിബ്തി വംശത്തെയും ഫിറഔൻ പ്രവൃത്തികളെയും ഈജിപ്തിലെ ഭരണ സംവിധാനത്തെയും ഒക്കെ മറികടന്നുകൊണ്ട് വിജയം വരിക്കുക എന്നത് ബനു ഇസ്രായേൽ സമൂഹത്തിന് സാധിക്കുമായിരുന്നില്ല. അള്ളാഹുവിന്റെ പ്രത്യേകമായ ഇടപെടലിലൂടെ ഫിറൗനെ പിന്തുണച്ചിരുന്ന ആളുകളും ഒക്കെ ചെങ്കടലിൽ മുങ്ങി ഒടുങ്ങിപ്പോയത് കൊണ്ടാണ് യഥാർത്ഥത്തില് ബനു ഇസ്രായേലിന് രക്ഷപ്പെടാൻ സാധിച്ചത്. അവര് വിജയികളായി മാറിയത്. വനസർനാഹും ഫകാനൂ ഹുമുൽ ഗാലിബീൻ, നാം അവരെ സഹായിച്ചു, അതോടെ അവര് വിജയികളായി മാറുകയും ചെയ്തു. ഗാലിബ് എന്ന് പറഞ്ഞാൽ വിജയിക്കുക, അതിജയിക്കുക, വേറൊരു കൂട്ടരെ മേൽ വിജയം നേടുക എന്നൊക്കെയാണ് ആ പദത്തിന്റെ അർത്ഥം. അപ്പോ ഇവര് വിജയികളായി, ഇവര് തന്നെ ഫിറോവിന്റെ ആളുകളല്ല, ഇവര് തന്നെ വിജയികളായി മാറുന്നതിന് കാരണമായത് അള്ളാഹുവിന്റെ സമയോചിതമായ ഇടപെടലുകളും സഹായങ്ങളും ഒക്കെയായിരുന്നു. വാതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ, തുടർന്നും അള്ളാഹു അവർക്ക് നൽകിയ വലിയ അനുഗ്രഹമായിട്ട് അള്ളാഹു ഇവിടെ ചൂണ്ടിക്കാണിക്കുകയാണ്. വാതൈനാഹും, അവരിരുവർക്കുമായി നാം നൽകി അൽ കിതാബ് അൽ മുസ്തബീൻ, വളരെ തെളിമയുള്ള വ്യക്തതയുള്ള വേദഗ്രന്ഥം. കാര്യങ്ങളൊക്കെ തെളിമയോടെ വ്യക്തതയോടെ വിവരിക്കപ്പെട്ടിട്ടുള്ള വേദഗ്രന്ഥം നാം അവർക്ക് നൽകുകയുണ്ടായി. ഈ രണ്ട് പ്രവാചകന്മാർക്കുമായിട്ട് നൽകുകയുണ്ടായി. വാതൈനാഹുമ, അവരിരുവർക്കുമായിട്ട് നാം നൽകി അൽ കിതാബ് അൽ മുസ്തബീൻ. കിതാബ് അൽ മുസ്തബീൻ എന്ന് പറയുമ്പോൾ ഈ തെളിമയുള്ള വ്യക്തതയുള്ള വേദഗ്രന്ഥം എന്ന് പറയുമ്പോൾ നമ്മള് ഈ ഓൾഡ് ടെസ്റ്റമെന്റ് ആയിട്ട് ഇന്ന് അറിയപ്പെടുന്നതിന്റെ അതില് മനുഷ്യന്റെ കൈകടത്തലുകളൊക്കെ സംഭവിക്കുന്നതിന്റെ മുമ്പുള്ളൊരു വേർഷൻ ഉണ്ടല്ലോ, തൗറാത്ത്. അള്ളാഹു മൂസ അലൈഹി ഇസ്ലാമിന് അവതരിപ്പിച്ചു കൊടുത്ത വേദഗ്രന്ഥം.
ആ വേദഗ്രന്ഥത്തിന്റെ അള്ളാഹു അവതരിപ്പിച്ച രൂപത്തിലുള്ള ആ സംഗതിക്കാണ് ഇവിടെ അൽ കിതാബ് അൽ മുസ്തബീൻ എന്ന് പരാമർശിക്കുന്നത് എന്ന് കാണാൻ കഴിയും. വിശുദ്ധ ഖുർആനിൽ നിന്നും ശൈലീപരമായി വളരെ വ്യത്യസ്തമാണ് ഈ പൂർവിക വേദങ്ങൾ, പ്രത്യേകിച്ച് ഈ ബൈബിൾ ഓൾഡ് ടെസ്റ്റമെന്റിന്റെ ഇന്ന് നമുക്ക് കാണാൻ കഴിയുന്ന, അല്ലെങ്കിൽ കൈകടത്തലുകൾ ഉണ്ടാകുന്നതിന് മുമ്പുള്ള രൂപം എന്നാണെങ്കിൽ പോലും വളരെ വ്യത്യസ്തമാണ്. വിശുദ്ധ ഖുർആന്റെ ഒരു വളരെ ശ്രദ്ധേയമായ ഒരു പ്രത്യേകത, ഖുർആൻ തന്നെ സൂറത്തു ആലി ഇമ്രാനിൽ പ്രത്യേകമായിട്ട് പറയുന്ന ഒരു കാര്യം, വിശുദ്ധ ഖുർആന്റെ വളരെ വ്യതിരിക്തതയുള്ള ഒരു സംഗതിയായിട്ട് പറയുന്നത് അതിലെ തശാബുഹുള്ള ആയത്തുകളാണ്. മുഹക്കമാത്ത് മാത്രമല്ല, അതില് മുത്തശാബിഹത്തായ ആയത്തുകളും ഉള്ള കാര്യം അള്ളാഹു ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഇത് വിശുദ്ധ ഖുർആന്റെ വളരെ വലിയൊരു അസാധാരണത്വം എന്ന് പറയാവുന്ന ഒരു യുണീക്ക്നെസ് ആയിട്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നേരത്തെ അവതരിപ്പിക്കപ്പെട്ട വേദഗ്രന്ഥങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി വിശുദ്ധ ഖുർആനിൽ കാര്യങ്ങള്, അതിന്റെ നിയമനിർദ്ദേശങ്ങളൊക്കെ വ്യക്തതയുള്ള വിധത്തില് മുഹക്കമാത്തുകളായി ആയത്തുകൾ നൽകപ്പെട്ട പോലെ തന്നെ വരും തലമുറകൾക്ക് വളരെയേറെ വിസ്മയമുളവാക്കുന്ന വിധത്തിലുള്ള അള്ളാഹുവിന്റെ സംവിധാനങ്ങളിലൂടെ പിന്നീട് വരുന്ന തലമുറകൾക്ക് വിശദമാക്കപ്പെട്ട് കിട്ടുന്ന വിധത്തിലുള്ള ധാരാളം കാര്യങ്ങൾ ഈ മുത്തശാബിഹത്തായ ആയത്തുകളിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇവിടെ തൗറാത്തിന്റെ ആ ശൈലീപരമായ ഒരു പ്രത്യേകത കൂടി പരാമർശിക്കപ്പെടുകയാണ്. അപ്പോ അവർക്ക് വാഅതൈനാഹുമൽ കിതാബൽ മുസ്തബീൻ, വളരെ തെളിമയുള്ള, വളരെ സ്ട്രെയിറ്റ് ഫോർവേഡ് ആയിട്ട് കാര്യങ്ങൾ അവർക്ക് ലളിതമായി മനസ്സിലാക്കാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു വേദഗ്രന്ഥം നാം അവർക്ക് നൽകുകയും ഉണ്ടായി എന്നാണ് ഇവിടെ പരാമർശിക്കപ്പെടുന്നത്. വിശുദ്ധ ഖുർആനെ പരാമർശിച്ചുകൊണ്ടും ഈ വ്യക്തതയുള്ള എന്ന പദം ധാരാളം വരുന്നുണ്ട് വിശുദ്ധ ഖുർആനെ കുറിച്ചുള്ള പരാമർശങ്ങളിൽ തന്നെ. പക്ഷെ തൗറാത്തും അതുപോലെ ഇഞ്ചീലും പോലെയുള്ള ഗ്രന്ഥങ്ങള് വിശുദ്ധ ഖുർആന്റേത് പോലെയുള്ള തശാബുഹുള്ള ആയത്തുകൾ അടങ്ങിയതല്ല എന്നതാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഒരു കാര്യം. വഹദൈനാഹുമ സിറാത്തുൽ മുസ്തഖീം, തുടർന്ന് അള്ളാഹു പറയുന്നത് അവർ ഇരുവരെയും നാം ഏറ്റവും ചൊവ്വായ മാർഗത്തിലൂടെ വഴി നടത്തുകയും ഉണ്ടായി എന്നാണ്. ഈ രണ്ട് പ്രവാചകന്മാരെ, ബനു ഇസ്രായേൽ സമൂഹത്തെ സന്മാർഗത്തിലേക്ക് നയിക്കുക എന്ന ചുമതല ഏൽപ്പിക്കപ്പെട്ടിരുന്ന, അവരെ ഈജിപ്തിലെ അവരുടെ കിരാതമായ അനുഭവ അവസ്ഥകളിൽ നിന്ന് മോചിപ്പിച്ചു കൊണ്ടുപോവുക എന്ന ദൗത്യം ചുമതലപ്പെടുത്തപ്പെട്ടിരുന്ന ഈ രണ്ട് പ്രവാചകന്മാരെ വഹദൈനാഹുമ, അവരിരുവരെയും നാം മാർഗദർശനം ചെയ്യുകയും ചെയ്തു. അസ്സുറാത്തൽ മുസ്തഖീം, ഏത് മാർഗമാണ് അവർക്ക് കാണിച്ചു കൊടുത്തതെന്നാണ് വ്യക്തമാക്കപ്പെടുന്നത്. സൂറത്തുൽ ഫാത്തിഹയില് ഈ ഒരു പ്രയോഗം നമ്മൾ കാണുന്നുണ്ടല്ലോ, ഇഹ്ദിന സിറാത്തുൽ മുസ്തഖീം. എല്ലാ പ്രവാചകന്മാരും മനുഷ്യ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത് ഈ സിറാത്തുൽ മുസ്തഖീമാണ്. അവരുടെയൊക്കെ കാലശേഷം ആ സിറാത്തുൽ മുസ്തഖീമിൽ പല ഡൈവേർജൻസും ഉണ്ടാവുന്നുണ്ട് എന്നത് ഒരു വസ്തുതയാണ്. മനുഷ്യര് അതിനെ പല വിധത്തിലും വികലമാക്കി മാറ്റുകയും അതിൽ വ്യതിചലനങ്ങൾ ഉണ്ടാക്കുകയൊക്കെ ചെയ്യാറുണ്ട്. മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും അള്ളാഹു ഈ സിറാത്തുൽ മുസ്തഖീമാണ് അവർക്ക് കാണിച്ചു കൊടുത്തത്, ആ മാർഗമാണ് പഠിപ്പിച്ചു കൊടുത്തത്. ബനു ഇസ്രായേൽ സമൂഹത്തെ സിറാത്തുൽ മുസ്തഖീമിലൂടെ നയിക്കാൻ വേണ്ടിയാണ് അവർക്ക് നിർദ്ദേശം നൽകുകയും ചെയ്തിട്ടുള്ളത്. തറക്ന അലൈഹിമാ ഫിൽ ആഖിരീൻ, തുടർന്ന് അള്ളാഹു പറയുന്നത് അവർക്ക് പിൻതലമുറകളിൽ നാം സൽകീർത്തി ശേഷിപ്പിക്കുകയും ചെയ്തു. തറക്ന അലൈഹിമ, അവരിരുവർക്കുമായി നാം ശേഷിപ്പിച്ചു. എന്ത് എന്നിവിടെ പറയുന്നില്ല, നേരത്തെയും നമ്മൾ വായിച്ചെടുത്ത് അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുണ്ട്. അത് ഈ സന്ദർഭത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. തറക്ന അലൈഹിമ ഫിൽ ആഖിരീൻ, ആഖിരീൻ എന്ന് പറഞ്ഞാൽ പിൻതലമുറകൾ, അവലു എന്ന് പറഞ്ഞാൽ പൂർവിക തലമുറകൾ. അപ്പോ
ഇവിടെ പിൻതലമുറക്കാർക്കിടയിൽ മൂസ അലൈഹി ഇസ്ലാമിനും ഹാറൂൻ അലൈഹി ഇസ്ലാമിനും അള്ളാഹു വളരെ വലിയ സൽകീർത്തി അവശേഷിപ്പിച്ചു. വലിയ പേര്, വലിയ സൽപ്പേര് നിലനിർത്തി. അവര് അപമാനിതരായ പ്രവാചകന്മാരോ അല്ലെങ്കിൽ വ്യക്തികളൊന്നും ആയിരുന്നില്ല. വളരെയേറെ സൽകീർത്തി ഏറ്റുവാങ്ങാൻ പിൻതലമുറകളില് വലിയ ജനസമ്മിതി ലഭിക്കുന്നവരായിക്കൊണ്ട് നിലകൊള്ളാൻ അവർക്ക് സാധിച്ചിട്ടുണ്ട്. അള്ളാഹുവിന്റെ ഒരു അനുഗ്രഹമാണ് തീർച്ചയായിട്ടും അത്. ഒരാൾക്ക്, പ്രത്യേകിച്ച് ഇതുപോലെയുള്ള ദൗത്യം നിർവഹിക്കുന്ന ഒരാൾക്ക് ചരിത്രത്തില് പിന്നീട് വരുന്ന തലമുറകൾക്കിടയിൽ വലിയ അംഗീകാരം ഉണ്ടാവുക എന്നത് അള്ളാഹു നൽകുന്ന വളരെ വലിയൊരു അനുഗ്രഹമാണ്. തറഖ്ന അലൈഹിമ ഫിൽ ആഖിരീൻ, പിൻതലമുറകളിൽ അവർക്കായിട്ട് അള്ളാഹു നാം വലിയ സൽകീർത്തി നിലനിർത്തി എന്നാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. സലാമുൻ അലാ മൂസ വ ഹാറൂൻ, മൂസാക്കും ഹാറൂനും അള്ളാഹുവിന്റെ ശാന്തി സമാധാനങ്ങൾ ഉണ്ടാവട്ടെ എന്ന് അള്ളാഹു ആശംസിക്കുകയും ചെയ്യുന്നു. അപ്പോ അള്ളാഹു ചുമതലപ്പെടുത്തിയ ഒരു ദൗത്യം വളരെ വിജയകരമായി നിർവഹിച്ച് ഏറ്റവും ശരിയായ മാർഗത്തിലേക്ക് സമൂഹത്തെ നയിക്കുകയും ആ മാർഗത്തിൽ ഉറച്ചു നിൽക്കാൻ വേണ്ടി അവരെ പരിശീലിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുള്ള ആ ദൗത്യ നിർവഹണം അതിന്റെ വിജയകരമായ രീതിയിൽ തന്നെ നിർവഹിച്ച പ്രവാചകന്മാരാണ്. ആ ഒരു കാരണത്താൽ തീർച്ചയായിട്ടും ഈ രണ്ട് പ്രവാചകന്മാര് അള്ളാഹുവിന്റെ ശാന്തി ആശംസകൾ അർഹിക്കുന്നവരായിരിക്കുന്നു എന്ന ഒരു സൂചനയാണ് ഇവിടെ നൽകപ്പെടുന്നത്. ഇന്നാ കദാലിക നജ്സിൽ മുഹ്സിനീൻ, ഈ വിധത്തിലാണ് സുഹൃതവാന്മാർക്ക് നാം പ്രതിഫലം നൽകുന്നത്. ഈ സൽകീർത്തി, ഈ സമാധാനം, അതുപോലെയുള്ള കാര്യങ്ങൾ അതൊക്കെയും തന്നെ ഈ രണ്ട് പ്രവാചകന്മാര് നിർവഹിച്ച അവരുടെ ചുമതലകള്, അവര് ഏറ്റെടുത്ത, അത് പൂർണ്ണതയോടുകൂടി നിർവഹിച്ച അവരുടെ ചുമതലകളുടെ കാര്യമായിട്ടാണ്, അല്ലെങ്കിൽ അതിന്റെ കാരണമായിട്ടാണ് അള്ളാഹു അവർക്ക് ഈ വിധത്തിലുള്ള ജസാ, ഈ വിധത്തിലുള്ള പ്രതിഫലം നൽകുന്നത് എന്നതാണ് ഇവിടെ സൂചിപ്പിക്കപ്പെടുന്നത്. ഇന്നാ കദാലിക, ഈ വിധത്തിലാണ് നിശ്ചയമായിട്ടും നാം നജ്സിൽ മുഹ്സിനീൻ, സുഹൃതവാന്മാർക്ക് പ്രതിഫലം നൽകുന്നത് എന്നാണ് ഇവിടെ വ്യക്തമാക്കപ്പെടുന്നത്. അപ്പോ ഭൗതിക ലോകത്ത് തന്നെ ഈ രണ്ട് പ്രവാചകന്മാർ വിട വാങ്ങിയതിന് ശേഷവും നൂറ്റാണ്ടുകളും സഹസ്രാബ്ദങ്ങളും ഒക്കെ പിന്നിടുമ്പോഴും അവരെക്കുറിച്ച് പിൻതലമുറകളിൽ വലിയ സൽകീർത്തി നിലനിൽക്കുന്നു എന്നത്, അവർക്ക് ശാന്തി സമാധാനങ്ങൾ ആശംസിക്കപ്പെടുന്നു എന്നത് ഒക്കെ തന്നെ അള്ളാഹു അവർക്കായി നൽകിയിട്ടുള്ള വലിയ പ്രതിഫലമാണ്. അവരുടെ ഈ ഇഹ്സാനിനെ മുൻനിർത്തിക്കൊണ്ട് അള്ളാഹു നൽകിയിട്ടുള്ള പ്രതിഫലമാണ്. ഇന്നഹുമാ മിൻ ഇബാദിനൽ മുഅ്മിനീൻ, നിശ്ചയമായിട്ടും ഈ രണ്ടു പേരും നമ്മുടെ ദൃഢവിശ്വാസമുള്ള അല്ലെങ്കിൽ വിശ്വാസബോധ്യമുള്ള നമ്മുടെ ദാസന്മാരിൽ പെട്ടവരായിരുന്നു ഈ രണ്ടാളുകൾ. അവർക്ക് വിശ്വാസപരമായ ചാഞ്ചല്യമോ ഇടർച്ചയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അള്ളാഹുവിലും ആഖിറത്തിലും ഒക്കെയുള്ള വിശ്വാസം വളരെ ദൃഢമായി ഉണ്ടായിരുന്ന നമ്മുടെ ഇബാദുകളിൽ പെട്ടവരായിരുന്നു ഈ രണ്ട് വിശിഷ്ടദാസന്മാരും എന്നാണ് അള്ളാഹു തുറന്നിവിടെ പറയുന്നത്. അപ്പോ ഈ ആയത്തുകളിലായിട്ട് അള്ളാഹു നൽകുന്ന ഒരു വിവരണം മൂസ അലൈഹി ഇസ്ലാമിനെയും ഹാറൂൻ അലൈഹി ഇസ്ലാമിനെയും കുറിച്ചാണ്. ബനു ഇസ്രായേലിന്റെ ഈജിപ്തിലെ വാസക്കാലത്താണ് ഈ രണ്ട് വ്യക്തികളും അള്ളാഹുവിന്റെ പ്രവാചകന്മാരായിക്കൊണ്ട് രംഗത്ത് വരുന്നതും ഈജിപ്തിലെ ഈ ബനു ഇസ്രായേൽ സമൂഹത്തെ ഫിറോവിന്റെയും കൂടെ ഉണ്ടായിരുന്ന ആളുകളുടെയും അടിച്ചമർത്തലിൽ നിന്നും മോചിപ്പിച്ച് ചെങ്കടൽ കടത്തി സിനായി മരുഭൂമിയിലേക്ക് കൊണ്ടുപോയി അവര് ലക്ഷ്യമിട്ടിരുന്ന അവരുടെ വാഗ്ദത്ത ഭൂമിയായി അവർക്ക് ആ ഘട്ടത്തിൽ അള്ളാഹു വാഗ്ദാനം ചെയ്തിരുന്ന ആ ജെറുസലേം പ്രദേശത്തേക്ക് അവരെ കൊണ്ടുപോകുന്ന, വിജയിപ്പിച്ച് അവരെ വിമോചിതരാക്കി കൊണ്ടുപോകുന്ന ഒരു ദൗത്യമാണ് മൂസ അലൈഹി ഇസ്ലാമും ഹാറൂൻ അലൈഹി ഇസ്ലാമും ചേർന്ന് നിർവഹിക്കുന്നത്. ആ കാലഘട്ടത്തിലെ ആ രണ്ട് പ്രവാചകന്മാര് നിർവഹിച്ച ദൈവിക ദൗത്യത്തെ പരാമർശിച്ചുകൊണ്ടാണ് ഈ കാര്യങ്ങൾ അള്ളാഹു ഈ
പരിമിതമായ എണ്ണം ആയത്തുകളിലായിട്ട് വളരെ സംക്ഷിപ്തമായിട്ട് വിവരിച്ചിട്ടുണ്ട്. ഇന്നത്തെ സെഷൻ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. സൂറത്തു ഷൗഫാത്തിലെ 114 മുതൽ 122 വരെയുള്ള ആയത്തുകളാണ് നമ്മൾ ഇന്ന് പഠന വിധേയമാക്കിയിട്ടുള്ളത്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വാഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഇന്നത്തെ ഖുർആൻ പദം ഇവിടെ സമാപിക്കുന്നു. ഖുർആൻ പഠനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും അള്ളാഹു അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കട്ടെ. വആഖിറു ദഅ്വാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.